നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2023 മെയ് കറണ്ട് അഫയേഴ്സിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ. 2023 കോപ്പ ഡെൽ റേ കിരീടം നേടിയത് 2023 കോപ്പ ഡെൽ കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. IPLൽ 7000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ താരം IPLൽ 7000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. 76ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓർഡർ ബഹുമതി നേടിയത് 76ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓർഡർ ബഹുമതി നേടിയത് മൈക്കൽ ഡഗ്ലസ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡൗഗി ലാൻഡ് പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡൗഗി ലാൻഡ് പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ. ബ്രിട്ടൻ്റെ രാജാവായി ചുമതലയേൽക്കുന്നത് ചാൾസ് മൂന്നാമൻ. പ്രഥമ ഗ്ലോബൽ ചെസ് ലീഗ് വേദി ദുബായ്. ഏകദിനത്തിൽ അതിവേഗം 5000 റൺസ് തികയ്ക്കുന്ന ക്രിക്കറ്റർ ബാബർ അസം. 2023 ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ ജേതാവ് 2023 ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ ജേതാവ് നീരജ് ചോപ്ര. കേരളത്തിലെ പുതിയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ്. 2023 പിണറായി വിജയൻ പ്രകാശനം ചെയ്ത എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് 2023 പിണറായി വിജയൻ പ്രകാശനം ചെയ്ത എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് PS ശ്രീധരൻ പിള്ള. ലോറിയസ് സ്പോർട്സ് അവാർഡ് 2023 സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ലോറസ്. സ്പോർട്സ് അവാർഡ് 2023 സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ലയണൽ മെസ്സി. 76ാമത് ക്യാൻ ഫിലിം ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ജീൻ ഡു ബാരി. UAEയിൽ 2023 മെയ് 15 ദൃശ്യമായ ആകാശ പ്രതിഭാസത്തിൻ്റെ പേര് UAEയിൽ 2023 മെയ് 19 ദൃശ്യമായ ആകാശ പ്രതിഭാസത്തിൻ്റെ പേര് ഡാവിഞ്ചി ഗ്ലോ. ഏത് കപ്പൽ ദുരന്തത്തിൻ്റെ പൂർണ്ണ തോതിലുള്ള ത്രിമാന ചിത്രമാണ് അടുത്തിടെ BBC പുറത്തുവിട്ടത്? ഏത് കപ്പൽ ദുരന്തത്തിൻ്റെ പൂർണ്ണ തോതിലുള്ള ത്രിമാന ചിത്രമാണ് അടുത്തിടെ BBC പുറത്തുവിട്ടത്? ടൈറ്റാനിക്. വെസ്റ്റ്മിൻസ്റ്റർ ആബയിൽ 2023 മെയ് 6 നടന്ന ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ കിരീടധാരണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തതാര്? വെസ്റ്റ്മിൻസ്റ്റർ ആബയിൽ 2023 മെയ് 6 നടന്ന ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ കിരീടധാരണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തതാര്? ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. 2023 അന്തരിച്ച ഇന്ത്യൻ അമേരിക്കൻ ഡെവലപ്മെൻ്റൽ എക്കണോമിസ്റ്റ് പത്മ ദേശായി. പ്രഥമ ഇന്ത്യൻ വനിതാ പ്രീമിയർ ക്രിക്കറ്റിലെ ടീമുകളുടെ എണ്ണം 5. ലോറസ് സ്പോർട്സ് അവാർഡ് 2023 സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? ഷെല്ലി ആൻ ഫ്രേസർ. നേരത്തെ നമ്മൾ കണ്ടു സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ലയണൽ മെസ്സി. ഇപ്പോൾ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ജമൈക്കയുടെ ഷെല്ലി ആൻ ഫ്രേസർ. ഫിക്ഷനുള്ള 2023 പുലിസ്റ്റർ പ്രൈസ് സമ്മാനം നേടിയത്? 2023 പുലിസ്റ്റർ സമ്മാനം നേടിയത് ബാർബറ കിങ്സ്ലോവർ, ഹെർണൻ ഡയസ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേനാ പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ചണ്ഡീഗഡ്. 2023 കേരള സർവകലാശാല കലോത്സവത്തിന് വേദിയായത് ആലപ്പുഴ. 2023 ഹാർവാർഡ് സർവകലാശാല റാഡ്ക്ലിഫ് ഫെലോഷിപ്പിന് അർഹനായ ശാസ്ത്രജ്ഞൻ. 2023 ഹാർവാർഡ് സർവകലാശാല റാഡ്ക്ലിഫ് ഫെലോഷിപ്പിന് അർഹനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സത്യഭാമ ദാസ് ബിജു. 2023 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസിലെ പുരുഷ വിഭാഗം ജേതാവ്
2023 മാഡ്രിഡ് ഓപ്പൺ ടെന്നീസിലെ പുരുഷ വിഭാഗം ജേതാവ് കാർലോസ് അൽക്കരാസ് സ്പെയിൻ. 2023 ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദി 2023 ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദി അസർബൈജാൻ. 2023 അന്തരിച്ച ബംഗാളി നോവലിസ്റ്റ് 2023 അന്തരിച്ച ബംഗാളി നോവലിസ്റ്റ് മംജുദാർ. 2023 അന്തരിച്ച കൂടിയാട്ട കലാകാരൻ 2023 അന്തരിച്ച കൂടിയാട്ട കലാകാരൻ PK ഗോവിന്ദൻ നമ്പ്യാർ. ചൈനീസ് താരം ഡിങ് ലിറൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെടുത്തിയ റഷ്യൻ താരം. ചൈനീസ് താരം ഡിങ് ലിറൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെടുത്തിയ റഷ്യൻ താരം യാൻ നിംപോനീഷി. താനൂർ തൂവൽത്തീരം ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മീഷൻ്റെ ചെയർമാൻ. താനൂർ തൂവൽത്തീരം ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മീഷൻ്റെ ചെയർമാൻ VK മോഹനൻ. കേരളത്തിലാദ്യമായി ഡ്രോൺ പൈലറ്റിംഗ് പരിശീലനത്തിന് അനുമതി ലഭിച്ച സ്ഥാപനം. കേരളത്തിലാദ്യമായി ഡ്രോൺ പൈലറ്റിംഗ് പരിശീലനത്തിന് അനുമതി ലഭിച്ച സ്ഥാപനം അസാപ്പ്. സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടയുന്നതിൻ്റെ ഭാഗമായി സർക്കാർ വാഹനങ്ങൾക്ക് നൽകുന്ന നമ്പർ സീരീസുകൾ. സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടയുന്നതിൻ്റെ ഭാഗമായി സർക്കാർ വാഹനങ്ങൾക്ക് നൽകുന്ന നമ്പർ സീരീസുകൾ KL 99A സംസ്ഥാന സർക്കാർ വാഹനങ്ങൾ, 99B സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ വാഹനങ്ങൾ, 99C തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ, 99D പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ. പ്രസവാനന്തരം രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കി ഇടപെടാൻ വേണ്ടിയുള്ള ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സ. പ്രസവാനന്തരം രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കി ഇടപെടാൻ വേണ്ടിയുള്ള ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സ. ഈ മോട്ടീവ് 2023 മെയ് മാസത്തിൽ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. 2023 മെയ് മാസത്തിൽ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മാവാർ ചുഴലിക്കാറ്റ്. ഇന്ത്യയിൽ ആദ്യമായി കടലിനടിയിലൂടെയുള്ള തുരങ്കം നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കടലിനടിയിലൂടെയുള്ള തുരങ്കം നിലവിൽ വരുന്നത് മുംബൈ. 2021-22 GV രാജ പുരസ്കാരം നേടിയ പുരുഷ താരം. 2021-22 GV രാജ പുരസ്കാരം നേടിയ പുരുഷ താരം M ശ്രീശങ്കർ. 2023 സിസ്റ്റർ നിവേദിതയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുന്ന രാജ്യം. 2023 സിസ്റ്റർ നിവേദിതയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുന്ന രാജ്യം ബ്രിട്ടൻ. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക അവാർഡിന് അർഹനായത്. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക അവാർഡിന് അർഹനായത് TK ചാത്തുണ്ണി. 2023 അന്തരിച്ച മെക്സിക്കൻ ഫുട്ബോൾ താരം. 2023 അന്തരിച്ച മെക്സിക്കൻ ഫുട്ബോൾ താരം അന്റോണിയോ കാർബജൽ. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരി. ബഹിരാകാശത്ത് നടന്ന ആദ്യ അറബ് സഞ്ചാരി സുൽത്താൻ അൽ നെയ്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. 2021 മെയ്യിലെ 3-ാം ഭാഗം നമ്മൾ ഉടനെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.